NI Act, Negotiable Instruments Act 1881. ഓക്കെ, NI ആക്ടിൽ നമ്മൾ 2 വർഷമാണ് ഓർത്ത് വയ്ക്കേണ്ടത്. ഒന്ന് പാസ്ഡ് ഇൻ ദ ഇയർ 1881 സെക്കൻഡ് വൺ കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ 1st March 1882. എന്താണ് NI ആക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻസിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ആക്റ്റാണ് NI ആക്ട്. 3 നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻസ് ആണ് ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഏതൊക്കെയാണ്? ബിൽ ഓഫ് എക്സ്ചേഞ്ച്, പ്രോമിസറി നോട്ട്, ചെക്ക്. എന്താണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ? ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രെഡിറ്റർ ഡെപ്റ്ററിൻ്റെ പേരിൽ, അതായത് ക്യാഷ് കിട്ടാനുള്ള വ്യക്തി ക്യാഷ് തരാനുള്ള വ്യക്തിയുടെ പേരിൽ പ്രിപ്പയർ ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റിനെയാണ് എന്ത് പറയാം? ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയാം. പ്രോമിസറി നോട്ട് എന്താണ്? ജസ്റ്റ് ഓപ്പോസിറ്റ്. ഡെപ്റ്റർ ക്രെഡിറ്ററിൻ്റെ പേരിൽ ഡ്രോ ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റാണ് പ്രോമിസറി നോട്ട്. ദെൻ ചെക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഇൻസ്ട്രുമെൻ്റ് ആണ്. ചെക്ക് ഈസ് ഡ്രോൺ ബൈ അക്കൗണ്ട് ഹോൾഡർ ആണ്. ഡ്രോൺ ഓൺ ആരായിരിക്കും? ബാങ്ക് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഓരോ ഇൻസ്ട്രുമെൻറ്റ്സ് നോക്കാം. ഫസ്റ്റ് പറയുന്നത് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ബിൽ ഓഫ് എക്സ്ചേഞ്ച് NI ആക്ടിൽ സെക്ഷൻ 5 ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ബിൽ ഓഫ് എക്സ്ചേഞ്ചിൻ്റെ ഫീച്ചേഴ്സ് ഇതൊക്കെയാണ്. അതായത് ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയിൽ നിന്നും പേയ്മെൻറ്റ് കിട്ടാനുണ്ടെങ്കിൽ, ക്യാഷ് കിട്ടാനുണ്ടെങ്കിൽ ഇന്ന ഡേറ്റിന് മുൻപ് ഇത്ര എമൗണ്ട് തന്നുകൊള്ളണം എന്ന് ഓർഡർ ചെയ്തുകൊണ്ട് ക്രെഡിറ്റർ ഇഷ്യൂ ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റിനെയാണ് എന്ത് പറയാം? ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ബിൽ ഓഫ് എക്സ്ചേഞ്ചിലെ ഫീച്ചേഴ്സ് ഇതൊക്കെയാണ്. ഫസ്റ്റ് വൺ ഈസ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഈസ് ഡ്രോൺ ബൈ. ആരാണ് പ്രിപ്പയർ ചെയ്യുന്നത്? പ്രിപ്പയർ ചെയ്യുന്നത്? ക്രെഡിറ്ററാണ്, ക്യാഷ് കിട്ടാനുള്ള വ്യക്തിയാണ്. ഓക്കെ, ഡ്രോൺ ബൈ ദ ക്രെഡിറ്റർ. സെക്കൻഡ് പോയിന്റ്, ഡ്രോൺ ഓൺ. ആരുടെ പേരിലാണ് ഡ്രോ ചെയ്യുന്നത്? ഡെപ്റ്ററിൻ്റെ പേരിലാണ്, ക്യാഷ് തരാനുള്ള ആളുടെ പേരിലാണ്. അപ്പോൾ സെക്കൻഡ് പോയിന്റ്, ഡ്രോൺ ഓൺ ഡെപ്റ്റർ. തേർഡ് വൺ, ഇറ്റ് കണ്ടെയ്ൻസ് ആൻ അൺകണ്ടീഷണൽ ഓർഡർ. എന്താണ് ഈ ഒരു ഇൻസ്ട്രുമെൻറ്റിനകത്ത് ഉണ്ടായിരിക്കുന്നത്? അൺകണ്ടീഷണൽ ഓർഡർ. ഓക്കെ, ഇന്ന ഡേറ്റിന് മുൻപ് ഇത്ര എമൗണ്ട് തന്നുകൊള്ളണം എന്നുള്ള ഓർഡറാണ് ഉണ്ടാവുക. കണ്ടീഷൻ സ്പെസിഫൈ ചെയ്യാൻ പാടില്ല. ഇന്ന കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഇത്ര എമൗണ്ട് തരണം, അങ്ങനെ നമ്മൾ കണ്ടീഷൻ സ്പെസിഫൈ ചെയ്യാൻ പാടില്ല. അൺകണ്ടീഷണൽ ഓർഡർ ആയിരിക്കണം. ആൻഡ് ഫോർത്ത് പോയിൻ്റ് ഈസ് ഇറ്റ് റിക്വയേഴ്സ് ആക്സെപ്റ്റൻസ്. ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ചിനെ നമ്മൾ ബില്ലെന്ന് വിളിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ആവശ്യമാണ്? ആക്സെപ്റ്റൻസ് ആവശ്യമാണ്. ഓക്കെ, അപ്പോൾ മിസ്റ്റർ എക്സ് എന്ന് പറയുന്ന ആൾ വൈ എന്ന് പറയുന്ന ആളുടെ പേരിൽ ഒരു ബില്ല് ഡ്രോ ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോൾ എക്സ് എന്താ പറയുന്നത്? വൈ ഇന്ന ഡേറ്റിന് മുൻപ് ഇത്ര എമൗണ്ട് തന്നുകൊള്ളണം. അത് തരാനുണ്ട് എന്നുള്ള കാര്യം ആര് സമ്മതിക്കണം? വൈ സമ്മതിക്കണം. അതിനെയാണ് നമ്മൾ എന്ത് പറയാം? ആക്സെപ്റ്റൻസ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ആക്സെപ്റ്റൻസ് നിർബന്ധമായിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻ്റാണ് ഇത് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ആക്സെപ്റ്റൻസിന് മുൻപ് ഉള്ള ഒരു ബില്ലിനെ നമ്മൾ ഡ്രാഫ്റ്റ് എന്നാണ് വിളിക്കുക. അപ്പോൾ ഇത്രയാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഇസ് ഡ്രോൺ ബൈ ക്രെഡിറ്റർ, ഡ്രോൺ ഓൺ ഡെപ്റ്റർ, contains an unconditional order and it requires acceptance. Then NI ആക്ടിൽ മെൻഷൻ ചെയ്തിട്ടുള്ള സെക്കൻഡ് ഇൻസ്ട്രുമെൻ്റ് ആണ് പ്രോമിസറി നോട്ട്. പ്രോമിസറി നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിൽ ഓഫ് എക്സ്ചേഞ്ചിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, എക്സ് എന്ത് ചെയ്യുന്നു? വൈയുടെ പേരിൽ ബില്ല് ഡ്രോ ചെയ്യുന്നു. ഓക്കെ, എക്സ് ക്രെഡിറ്ററും വൈ ഡെപ്റ്ററും ആയിരുന്നു. ഇതേ സിറ്റുവേഷനിൽ വൈ എക്സിൻ്റെ പേരിലാണ് ഒരു ഇൻസ്ട്രുമെൻറ്റ് ഡ്രോ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരാണ് എന്ത്? പ്രോമിസറി നോട്ട്. അപ്പോൾ പ്രോമിസറി നോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വ്യക്തി പറയാണ്, ഇന്ന ഡേറ്റിന് മുൻപ് ഇത്ര എമൗണ്ട് ഞാൻ ഇന്ന വ്യക്തിക്ക് തന്നുകൊള്ളാം, പ്രോമിസ് ചെയ്യുന്നു. ഓക്കെ, അപ്പം പ്രോമിസറി നോട്ടിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഇറ്റ് ഈസ് ഡ്രോൺ ബൈ ഡെപ്റ്ററാണ്, ഡ്രോൺ ഓൺ ക്രെഡിറ്ററാണ്, ഇറ്റ് കണ്ടെയ്ൻസ് ആൻ അൺകണ്ടീഷണൽ അണ്ടർടേക്കിംഗ് ഓർ പ്രോമിസ്. ഓക്കെ, ആൻഡ് ഇറ്റ് ഡസ് നോട്ട് റിക്വയർ ആക്സെപ്റ്റൻസ്. ഞാൻ ഇന്ന ആൾക്ക് എമൗണ്ട് കൊടുക്കാനുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ആ എമൗണ്ട് കിട്ടാനുണ്ടെന്നുള്ള കാര്യം ദ അതർ പാർട്ടി ഉറപ്പ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അതുകൊണ്ട് ആക്സെപ്റ്റൻസ് നിർബന്ധമില്ലാത്ത, ആവശ്യമില്ലാത്ത ഇൻസ്ട്രുമെൻ്റാണ് ഇത് പ്രോമിസറി നോട്ട്. ആൻഡ് ദ തേർഡ് ഇൻസ്ട്രുമെൻറ്റ് ഈസ് ചെക്ക്. ചെക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇപ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ ക്യാഷ് ഉണ്ടെങ്കിൽ നമ്മൾ ഒരാൾക്ക് ചെക്ക് കൊടുക്കുന്നു. അപ്പോൾ ആ ചെക്ക് ഡ്രോ ചെയ്യുന്നത്, ചെക്കിൽ ഒപ്പിട്ടിട്ട് ചെക്ക് ഇഷ്യൂ ചെയ്യുന്നത് ആരാണ്? നമ്മളാണ് ഇഷ്യൂ ചെയ്യുന്നത്. സോ ചെക്ക് ഈസ് ഡ്രോൺ ബൈ അക്കൗണ്ട് ഹോൾഡർ ഓർ കസ്റ്റമർ. സെക്കൻഡ് പോയിന്റ്, ഡ്രോൺ ഓൺ. ആരുടെ പേരിലാണ് ചെക്ക് ഇഷ്യൂ ചെയ്യുന്നത്? നമ്മൾ ചെക്ക് ഇഷ്യൂ ചെയ്യുന്നത് ബാങ്കിൻ്റെ പേരിലാണ്. ബാങ്കിനോടാണ് പറയുന്നത് ഇന്ന ആൾക്ക് ഇത്ര എമൗണ്ട് കൊടുക്കണം. അപ്പോൾ ഡ്രോൺ ഓൺ ബാങ്കാണ്. ദെൻ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് പേയി ആണ്. പേയി എന്ന് പറഞ്ഞാൽ ആർക്കാണോ ക്യാഷ് കിട്ടുന്നത് അവരെയാണ് പേയി എന്ന് പറയാം. അപ്പോൾ ചെക്കിൻ്റെ കേസിൽ ആർക്കാണ് ക്യാഷ് കിട്ടാൻ പോകുന്നത്? ബെനിഫിഷ്യറിക്കാണ് ക്യാഷ് കിട്ടാൻ പോകുന്നത്. നമ്മൾ ചെക്കിൽ ആരുടെ പേരാണോ എഴുതിയിട്ടുള്ളത് അവർക്കാണ് ക്യാഷ് കിട്ടുക. അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബെനിഫിഷ്യറി. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്,
promissory note and check.